സ്നേഹിക്കുന്ന മക്കൾക്ക് ഉള്ളതാവല്ല പദവികളും അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാം. അടിയാനും തിരിച്ചറിവാൻ അപ്പനെ ബുദ്ധിയെ തെളിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 46 സങ്കീർത്തനം 6 വാക്യം. ജാതികൾ ക്രുദ്ധിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തൻ്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. നാം ജീവിക്കുന്ന ലോകം അസ്ഥിരതകളും കലാപങ്ങളും ഭീതികളും നിറഞ്ഞതാണ്. യുദ്ധങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, കുടുംബ പ്രശ്നങ്ങളെല്ലാം നമ്മെ വേട്ടയാടുന്നു. ഈ സാഹചര്യത്തിൽ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുമ്പോൾ എല്ലാ അവസ്ഥകൾക്കും മാറ്റമുണ്ടാകും. ജാതികൾ കോപിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി എന്നത് മനുഷ്യ ലോകത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയാണ്. രാജ്യങ്ങൾ തമ്മിലുള്ളതായ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നു. സമൂഹത്തിൽ അശാന്തി നിറയുന്നു. വ്യക്തിജീവിതത്തിലെ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്നു. ഇവയെല്ലാം ഇന്ന് നമ്മെ ഭയപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ ഒരു വാക്കുമതി കലാപം ശാന്തമാകുവാനും ഭയം നീങ്ങിപ്പോകുവാനും അസാധ്യമെന്ന് നാം ചിന്തിക്കുന്നവ സാധ്യമാകുവാനും. ദൈവവചനത്തിൽ നാം കാണുന്നു, ദൈവം സംസാരിച്ചപ്പോൾ സൃഷ്ടിയുടെ ആരംഭമുണ്ടായി. ദൈവം സംസാരിച്ചപ്പോൾ ചെങ്കടൽ പിളർന്നു, മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിൻ്റെ ശബ്ദത്തിന് മുൻപിൽ ഒന്നും നിലനിൽക്കുകയില്ല. ലോകം കുലുങ്ങുമ്പോൾ നാം ഭയപ്പെടേണ്ട, ദൈവത്തിൽ ആശ്രയിക്കാമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. ഇന്നും സകലത്തിൻ്റെയും നിയന്ത്രണം, പരിപാലനവും ദൈവം തൻ്റെ കൈകളിലാക്കിയിരിക്കുകയാണ്. സർവ്വലോകവും അവൻ്റെ കരങ്ങളിലാണ്. പ്രിയരെ, ലോകം കുലുങ്ങും, രാജ്യങ്ങൾ മാറിപ്പോകും, സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകാം. എന്നാൽ ദൈവം മാറ്റമില്ലാത്തവനാണ്. അവൻ്റെ ശബ്ദം ഇന്നും ശക്തമാണ്. അവൻ്റെ വാഗ്ദാനങ്ങൾ സത്യവും അവൻ്റെ സംരക്ഷണം ഉറപ്പുള്ളതുമാണ്. അതിനാൽ ഭയപ്പെടാതെ അവനിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ഈ നാളുകളിൽ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യുക. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ നിൻ്റെ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.